നെക്സ്റ്റ് സെക്ഷൻ സോലിബിലിറ്റി ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവൻ്റ് ആണ്. സോലിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് എ സോൾവെൻറ്റ്. 100 ml സോൾവെൻറ്റിൽ എത്ര ഗ്രാം സൊല്യൂട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുന്നത്. 100 ml വാട്ടർ എടുക്കുക, അതിൽ ലാർജർ എമൗണ്ട് ഓഫ് സോൾട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ അതിനേക്കാളും എമൗണ്ട് കുറവായിരിക്കും ദ എമൗണ്ട് ഓഫ് ഷുഗർ ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ സച്ച് എമൗണ്ട് ഓഫ് വാട്ടർ. സിമിലർലി അമോണിയ ഹൈഡ്രോക്സൈഡ്, NH4OH, CH3COOH പോലുള്ള സാധനങ്ങളൊക്കെയും ഇതേപോലെ തന്നെ അതിൻ്റെ ക്രിസ്റ്റൽസൊക്കെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും എമൗണ്ടിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സ്മോളർ എമൗണ്ട്, വളരെ ലോവർ എമൗണ്ടിൽ മാത്രമേ അത് ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓരോന്നിനും അതിൻ്റെ സോലിബിലിറ്റി ഡിഫറൻ്റ് ആണ്. സോ നമ്മൾ ആദ്യം സോലിബിലിറ്റി, അതായത് ഡിസോൾവ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സോളിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സോൾവെൻ്റ് ആണ്. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റത്തെ അതാണ് ഫാക്ടേഴ്സ് affecting solubility of a solid solute in liquid solvent. Okay, first വരുന്നത് the nature of solute and solvent. Nature of solute and solvent. വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ ലിക്വിഡാണ്. സിമിലർലി പോളാറായിട്ടുള്ള സൊല്യൂട്ടുകൾ, NaCl പോലെയുള്ള ആൾക്കാർ, പോളാറായിട്ടുള്ള സൊല്യൂട്ടുകൾ പോളാറായിട്ടുള്ള ലിക്വിഡിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. സിമിലർലി നോൺ പോളാറായിട്ടുള്ള സൊല്യൂട്ടുകൾ, വാക്സ്, അങ്ങനത്തെ വാക്സ്, കെറോസിൻ പോലത്തെ ആൾക്കാർ, അങ്ങനത്തെ സൊല്യൂട്ട് അല്ലെങ്കിൽ വാക്സും കെറോസിൻ നമ്മൾ പറയണ്ട, കെറോസിൻ ലിക്വിഡ് അല്ലേ. വാക്സ് ആൻഡ് വാസലിൻ, പാരഫിൻ വാക്സ്, വാസലിൻ അല്ല സോറി, പാരഫിൻ വാക്സ്, അതൊക്കെ കെറോസിനിൽ അല്ലെങ്കിൽ ആൽക്കഹോളിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. കാരണം അവർ രണ്ട് പേരും, ഈച്ച് സ്പീഷീസ് ഇൻ ദാറ്റ് പെയർ, ആ രണ്ട് പേരും അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും നോൺ പോളാറാണ്, ഓർഗാനിക് ആണ്. സോ നോൺ പോളാർ സൊല്യൂട്ടും നോൺ പോളാർ സോൾവെൻറ്റിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻറ്റിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യില്ല. നോൺ പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യില്ല. സോ അതാണ് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളാർ ആൻഡ് നോൺ പോളാർ ക്യാരക്ടറിനെ വെച്ചിട്ടും നമുക്ക് സോലിബിലിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ, ഒരു സോളിഡ് സൊല്യൂട്ട് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതൊരു എൻഡോതെർമിക് റിയാക്ഷനാണ്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ലേ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ ഇവിടെ യൂസ് ചെയ്യുക. എന്താണ് ലേ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ പറഞ്ഞിരുന്നത്? അറ്റ് ഇക്വിലിബ്രിയത്തിൽ വെൻ വി ഇമ്പോസ് എ കൺസ്ട്രെയിൻ, നമ്മളൊരു കൺസ്ട്രെയിൻ, എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ, എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ അതിൽ വരുത്തുമ്പോൾ ദ സിസ്റ്റം വിൽ മൂവ് ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ ടു നള്ളിഫൈ ദാറ്റ് ചേഞ്ച്. ആ സിസ്റ്റം നമ്മൾ ചെയ്ത ആ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാവുന്ന രീതിയിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതാണ് ലേ ഷാറ്റ്ലെ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഇവിടെ ഡിസൊല്യൂഷൻ, അതായത് ഡിസോൾവ് ചെയ്യുന്നത്, ദ ഡിസൊല്യൂഷൻ ഓഫ് എ സോളിഡ് സൊല്യൂട്ട് ഇൻ എ ലിക്വിഡ് സോൾവെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എൻഡോതെർമിക് റിയാക്ഷൻ. സോ നമ്മൾ ഹീറ്റ് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക. സിസ്റ്റം എന്ത് ചെയ്യാനാണ് നോക്കുക? ടെമ്പറേച്ചർ കുറയ്ക്കുവാനാണ് നോക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുവാനുള്ള നല്ല പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൊല്യൂഷനാണ്. കാരണം ആ സോളിഡ് സൊല്യൂട്ട് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ്ട്രാ ഹീറ്റിനെ അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ അപ്പോൾ നമ്മൾ ഹീറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ആ ചേഞ്ച് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, അത് കുറയ്ക്കാൻ വേണ്ടി ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട്, ആ സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്ത് പോകും. സോ
increasing the temperature will increase the dissolution of a solid solute in a liquid solvent. I repeat, dissolution of a solid solute in a liquid solvent depend upon the increase in temperature. Okay. Third property, third factor, pressure. Evidently, as the solute is a solid material, if solute in a solid material like iron, there is no dependence, the pressure has no dependence over the dissolution of solid solute in liquid solvent. അപ്പോൾ പ്രഷറിന് ഒരു സോളിഡ് സൊല്യൂട്ടിന്മേൽ യാതൊരുവിധ ഡിപ്പെൻഡൻസും ഇല്ല. സോ പ്രഷർ കൂട്ടിയാലും കുറഞ്ഞാലും ഈ ഒരു കേസിൽ, ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ, അതായത് സോളിഡ് സൊല്യൂട്ട് ഡിസോൾവിങ് ഇൻ ലിക്വിഡ് സോൾവെൻറ്റ്, നോ ചേഞ്ച്. ദെൻ നമ്മളിനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിസൊല്യൂഷൻ ഓഫ് എ ഗേഷ്യസ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സോൾവെൻറ്റ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, നമ്മൾ ആദ്യം സോളിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സോൾവെൻ്റ് ആയിരുന്നു, ഗേഷ്യസ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സോൾവെൻറ്റ്. ഇതിലും പ്രോപ്പർട്ടീസ് ഒക്കെ ഈ പറഞ്ഞ പോലെ, ഈ ഫാക്ടേഴ്സ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. ഇവിടെ ഗ്യാസ്, അതാണ് സൊല്യൂട്ട്. CO2 ഗ്യാസ് നോക്കാം. CO2 നോൺ പോളാർ ആണോ പോളാർ ആണോ? പ്രീവിയസ് ഇയർ നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഡോണ്ട് ഹാവ് എനി ഡൈപോൾ മൊമെൻറ്റ്. അത് ലീനിയർ മോളിക്യൂളാണ്. സെൻട്രലിൽ കാർബൺ, 2 പൊസിഷനിലായിട്ട് 2 ടെർമിനലിലായിട്ട് ഓക്സിജൻ, ഡബിൾ ബോണ്ട്. സോ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇസ് 0. So there is no dipole moment for CO2. Therefore വാട്ടറിൽ CO2 വളരെ കുറച്ച് മാത്രമേ ഡിസോൾവ് ചെയ്യുള്ളൂ. ഒരു വാട്ടറിൻ്റെ മുകളിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മോളർ എമൗണ്ടിൽ മാത്രമേ അതിൽ ഡിസോൾവ് ചെയ്യുള്ളൂ. സോ നോൺ പോളാർ ആയിട്ടുള്ള ഗ്യാസ് പോളാർ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യില്ല, ആസ് ഐ സെഡ് ബിഫോർ. സിമിലർലി NH3SO2 ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്, HCl ഗ്യാസ്, NH3 അമോണിയ ഗ്യാസ്, SO2 സൾഫർ ഡയോക്സൈഡ്, HCl, ആൻഡ് NO2 ഓൾസോ നൈട്രജൻ ഡയോക്സൈഡ്. ഈ പറഞ്ഞ ഗ്യാസുകളൊക്കെയും ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഗ്യാസുകളാണ്. ഇത് വാട്ടറിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ബബിൾ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് ലാർജർ എമൗണ്ടിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ബിക്കോസ് സച്ച് ഗ്യാസ് ഹാവ് ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ദേ ആർ പോളാർ, ആൻഡ് വാട്ടർ ഇസ് ഓൾസോ എ പോളാർ സോൾവെൻറ്റ്. സോ പോളാർ ഗ്യാസ് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്. സോ സോളിഡ് സൊല്യൂട്ടിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ സെയിം ലൈക്ക് സെയിം, ഡിഫറെൻറ്റ് ഡോണ്ട് ലൈക്ക് അറ്റ് ഓൾ. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സെക്കൻഡ് വൺ, ടെമ്പറേച്ചർ. ഒരു സോളിഡ് സൊല്യൂട്ട് ലിക്വിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് എലൂസിഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കാണാതായി പോകുന്നത്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് ഡിസോൾവ് ചെയ്ത് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് എക്സോതെർമിക് റിയാക്ഷനാണ്. അത് ആ ലിക്വിഡിൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. സോ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യാനാണ് നോക്കുക? സിസ്റ്റം ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് നോക്കുക. ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നത് ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ബബിൾ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോഴാണ്. സോ ഡിസോൾവ് ചെയ്ത ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ നിന്നും ബബിൾ ചെയ്ത് പുറത്തോട്ടേക്ക് എസ്കേപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻ ഓഫ് ദ ഗ്യാസ് വിൽ ഡിക്രീസസ്, സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ഒരു 90 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുമ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും ബബിൾസ് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് വെള്ളം തിളയ്ക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന്. അല്ല, അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ O2 ആണ് ആ ബബിൾ ചെയ്ത് പുറത്തോട്ടേക്ക് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ O2 ഡിസോൾവ് ചെയ്യുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്താണ് പോയിരുന്നത്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ സിസ്റ്റം ഹീറ്റിനെ കുറയ്ക്കാനാണ് നോക്കുക. സോറി, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യിപ്പിക്കാനാണ് നോക്കുക. സോ ആ ഗ്യാസ് പുറത്തോട്ടേക്ക് പോകുമ്പോൾ കുറേയൊക്കെ ഹീറ്റിനെ ആ ഗ്യാസും കൊണ്ടുപോകും. അതുകൊണ്ട് ഡിസൊല്യൂഷൻ കുറയുന്നു. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കണം. സോളിഡ് സൊല്യൂട്ടിൽ നിന്നും ഗേഷ്യസ് സൊല്യൂട്ടിനുള്ള ഒരു മെയിൻ ഡിഫറൻസ് ഈ സെക്കൻഡ് കാര്യത്തിലാണ്. ആൻഡ് തേർഡ് വൺ ഓൾസോ, പ്രഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ പ്രഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡിലുള്ള ഡിസൊല്യൂഷൻ കൂടും. അത് വെറുതെ വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരാ, അതിനൊരു സ്പെഷ്യൽ ലോ ഉണ്ട്. ആ ലോ ആണ് ഹെൻറീസ് ലോ. സോ ദ നെക്സ്റ്റ് സെക്ഷൻ വി ആർ ഗോയിങ് ടു ഡീലിംഗ് അബൌട്ട് ഹെൻറീസ് ലോ. സോ ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ ആണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഹെൻറീസ് ലോ ഗേഷ്യസ് സൊല്യൂട്ടിൻ്റെ ലിക്വിഡ് സോൾവെൻറ്റിലുള്ള സോലിബിലിറ്റീനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ്. അതായത് ആസ് ദ പ്രഷർ ഇൻക്രീസസ്, പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്, ദ സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ്. അതാണ് പറയുന്നത്. അപ്പോൾ ആ ലോയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് അബൌവ് ദ സോൾവെൻറ്റ്. അത്രയേ ഉള്ളൂ.
അതായത് ഒരു ഗ്യാഫിൻ്റെ സോലിബിലിറ്റി, ഗ്യാഫ് ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രമാത്രം അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ചെയ്യും എന്നത് ആ ഗ്യാഫിൻ്റെ പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പാർഷ്യൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്യാഫിൻ്റെയും പ്രഷർ. സപ്പോസ് ലിക്വിഡിന് മുകളിൽ നമ്മൾ എയർ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കും. സോ ദ എയർ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കമ്പോണൻസ്, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, ഹീലിയം എക്സെട്ര. ഓരോ ഗ്യാസും അതിൻ്റെ എമൗണ്ടിന് ഡിഫറൻസ് അനുസരിച്ച് ആ ലിക്വിഡിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ഗ്യാസിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ അതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ടൈമിലൊന്ന് ഓർമ്മിക്കുക, അല്ലെങ്കിൽ അത് മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ. ആൻഡ് സോലിബിലിറ്റി എന്ന് ജസ്റ്റ് വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരാ. സോലിബിലിറ്റി എന്തിൽ പറയണം? സോലിബിലിറ്റി നമുക്ക് വേണമെങ്കിൽ ഗ്രാമിൽ പറയാം. എമൗണ്ട് ഓഫ് ദ ഗ്രാം ഓഫ് ഗ്യാസ് ഓർ ദ മൊലാലിറ്റി ഓഫ് ദ ഗ്യാസ്, മൊലാലിറ്റി ഓഫ് ദ ഗ്യാസ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ ഫ്രാക്ഷൻ. സോ എത്ര മോൾ ഫ്രാക്ഷൻ ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ പാർഷ്യൽ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ ഹെൻറിസ് ലോ പറയുന്നത്. സോ ദ പാർഷ്യൽ പ്രഷർ പി എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുക. Partial pressure directly proportional to the mole fraction of the gas. So the partial pressure equal to, we have to change the proportionality sign into equal sign. So to put equal sign, we introduce a constant. This constant is known as Henry's law constant, Kh, Chi. Okay. So what is Henry's law constant? ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞിരുന്നു ഒരു കോൺസ്റ്റൻറ്റിനെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റൻറ്റ് ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരെ മൊത്തം, റൈറ്റ് സൈഡിലുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുക? 1 ആക്കുക. So when chi equal to 1, I repeat, when chi equal to 1, P equal to Kh എന്ന് പറഞ്ഞു വരും. സോ കൈ 1 ആകുമ്പോഴുള്ള പ്രഷറാണ് വാട്ട് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കൈ 1 ആവുക അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആവാന്ന് വെച്ചാൽ എന്തായിരിക്കും? മോൾ ഫ്രാക്ഷനെ കുറിച്ച് നിങ്ങൾക്കൊരു തറവായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. വെൻ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് 1 എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ഗ്യാസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അവിടെ ഒരു ലിക്വിഡ് സോൾവെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. സോ ഒരു പ്യുവർ ഗ്യാസിൻ്റെ പ്രഷറിനെയാണ് നമ്മൾ KH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ ടെമ്പറേച്ചറിലും ഓരോ ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് ഉണ്ട്. സോ ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഹെൻറിസ് ലോ കോൺസ്റ്റൻറ്റിൻ്റെ ഈ ഹെൻറിസ് ലോൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇഫ് ഇറ്റ് ഈസ് chi here and P here, we get a graph like this. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ഇക്വേഷൻ അതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനോട് വളരെയധികം സിമിലർ ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ? y which is equal to mx plus c. സോ ഇവിടെ y ആക്സിസിലുള്ള ആൾ p which is equal to kh chi plus 0. c എന്ന് പറയുന്നത് എന്താണ്? y ഇൻ്റർസെപ്റ്റ് ആണ്. ഇവിടെ y ഇൻ്റർസെപ്റ്റ് 0 ആണ്. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ 0യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് KH. വാട്ട് ഈസ് എം? ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ. ആ തീറ്റയുടെ ടാൻ തീറ്റ, അതിനാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം, ദാറ്റ് ഈസ് ഈക്വൽ ടു KH. ഹെൻറിസ് ലോയിൽ നിന്നും നമുക്ക് എങ്ങനെ ഹെൻറിസ് ലോ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം? ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ മതി. ഓക്കെ. സോ പി വിച്ച് ഈസ് ഈക്വൽ KH കൈ. കണ്ട എക്സ് ആക്സിസിൽ എക്സിൻ്റെ പൊസിഷനിൽ വന്നിരിക്കുന്നത് കൈയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൈ ഇവിടെ വരയ്ക്കാനുള്ള കാരണം. അല്ലാതെ നിങ്ങൾക്ക് പി എക്സ് ആക്സിസിലും കൈ വൈ ആക്സിസിലും വരയ്ക്കാൻ പറ്റില്ല. കാരണം ഞാനിവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സെക്ഷന് വേണ്ടി മാത്രമല്ല, ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനുള്ളത് കമ്പയർ ചെയ്ത് വരയ്ക്കാനുള്ള പോലെ നിങ്ങൾ പഠിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ ഇനി വരുന്ന കുറേ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ വരയ്ക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ഓരോന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് പോകേണ്ടി വരും. എക്സാമിൻ്റെ സമയത്ത് ശരിക്കും നിങ്ങൾ മറന്നു പോവുകയും ചെയ്യും. സോ അതെങ്ങനെ വരച്ചു എന്നുള്ളത് ആ സ്റ്റെപ്സ് മനസ്സിലാക്കി പോവുക. ഓക്കെ. ഇതാണ് ഹെൻറിസ് ലോൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ. വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറിസ് ലോ? സോ ഫസ്റ്റ് വൺ, വി ക്യാൻ predict the solubility of a gas. First one, we can predict the solubility of a gas if its Henry's law constant at that temperature is known. ഗ്യാസുകളിലെ ഹെൻറിസ് ലോ കോൺസ്റ്റൻറ്റ് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ളത് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിലുള്ള സോലുബിലിറ്റിയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, റൂം ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ്റെ KH ഹെൻറിസ് ലോ കോൺസ്റ്റൻറ്റ്
ഓക്സിജനേക്കാളും കൂടുതലാണ്. ആരുടെയാണോ കെ എച്ച്, ഏത് സ്പീഷീസിൻ്റെ ആണോ കെ എച്ച് ഗ്രേറ്റർ, അവരുടെ സോലുബിലിറ്റി ലോവർ ആയിരിക്കും. സോ ആസ് കെ എച്ച് ഇൻക്രീസസ്, സോലുബിലിറ്റി ഡിക്രീസസ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അറ്റ് റൂം ടെമ്പറേച്ചർ കെ എച്ച് വാല്യൂ ഓഫ് ഹൈഡ്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ, വിച്ച് ഗ്യാസ് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ മോർ എഫിഷ്യൻ്റ്ലി. സോ നമ്മൾ പറയും എന്താണ്, ആസ് കെ എച്ച് ഇൻക്രീസസ് ദ സോലുബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. പക്ഷേ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഗ്രാഫല്ല ആ ഇക്വേഷൻ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, പി വിച്ച് ഈക്വൽ ടു കെ എച്ച് കൈ, റൈറ്റ്? സോ പി ബൈ കൈ വിച്ച് ഈസ് ഈക്വൽ ടു കെ എച്ച്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വി ഗെറ്റ് ആ പീനെ കോൺസ്റ്റൻ്റ് ആക്കി നമ്മൾ മാറ്റി കഴിഞ്ഞാൽ കെ എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/കൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എച്ചും കൈയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കെ എച്ച് കൂടിക്കഴിഞ്ഞാൽ കൈ കുറയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ സോലുബിലിറ്റി കുറയും. കെ എച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ സോലുബിലിറ്റി കൂടും. ഇങ്ങനെയാണ് ഞാനിത് പറയാനുള്ള കാരണം. സെക്കൻഡ് ആപ്ലിക്കേഷൻ, കാർബണേറ്റഡ് ബിവറേജസ്. അതായത് സോഡ, കൊക്കക്കോള പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഹെൻറി ഫ്ലോ വെച്ചിട്ടാണ്. ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ കൂടെ കടത്തി വിടുമ്പോഴാണ് നമുക്ക് കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ബിവറേജസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ജസ്റ്റ് ആ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഹൈ പ്രഷറാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. വെൻ വി ഓപ്പൺ ദ ബോട്ടിൽ, ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് വിൽ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. സോ പ്രഷർ കുറയുമ്പോൾ സോലുബിലിറ്റി കുറയും. ആ സോലുബിലിറ്റി കുറയുമ്പോൾ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസ് അൺഡിസോൾവ് ആവും, അതായത് പുറത്തോട്ടേക്ക് വരും. പുറത്തോട്ടേക്ക് എങ്ങനെയാണ് വരിക? ബബിൾസ് ആയിട്ടാണ് വരിക. സോ ആ ഗ്യാസാണ് നമ്മൾ തുറക്കുമ്പോൾ ബബിൾസ് ആയിട്ട് പുറത്തോട്ടേക്ക് വരുന്നത്. സോ ദ ഫിസ്, ആ പുറത്തോട്ടേക്ക് വരുന്ന ബബിളിനെ നമ്മൾ ഫിസ് അല്ലെങ്കിൽ അതിന് വേറൊരു വേർഡ് ഉണ്ട്, ജസ്റ്റ് ലെറ്റ് മീ റിമെമ്പർ, ബ്രിസ്ക് എഫർവസൻസ്. ബ്രിസ്ക് എഫർവസൻസ് ഈ വേർഡ് ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണില്ല, പക്ഷേ നിങ്ങൾക്ക് ലാബിൽ യൂസ് വരും. അതായത് കാർബണേറ്റ് സോൾട്ടുകളിലൊക്കെ ഐഡൻറ്റിഫിക്കേഷനിൽ ആ കാർബണേറ്റിൻ്റെ ഫോൾട്ട് ചോക്ക് പൗഡർ പോലത്തെ ഒരു ഫോൾട്ട് കിട്ടും. ശരിക്കും അത് ചോക്ക് പൗഡർ തന്നെയാണ്, അവർ ചോക്ക് പൊടിച്ചിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കുക. അതിലോട്ടേക്ക് നിങ്ങൾ കുറച്ച് ഡൈലൂട്ട് HFAയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്യാസ് ഇങ്ങനെ പുറത്തോട്ടേക്ക് ഇവോൾവ് ചെയ്യും. സോ വാട്ട് ഈസ് ദ ഗ്യാസ് ദാറ്റ് ഇവോൾവിങ് ഫ്രം ദാറ്റ് തിങ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇവോൾവ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ആ ബ്രിസ്ക് എഫർവസൻസ് ആയിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ ഓക്കെ ദെൻ ദ നെക്സ്റ്റ് വൺ, ബെൻഡ്. ദ തേർഡ് ആപ്ലിക്കേഷൻ ഈസ് ബെൻഡ്. അനാർക്കലി സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നറിയില്ല. അറിയില്ല. ആ സിനിമയിൽ പറയുന്നത് ഈ കേസാണ്. അതായത് സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് ആ സ്ക്യൂബ ഡൈവർ. വെൻ ദ ഡൈവർ ഹാസ് ടു ഗോ അണ്ടർ ഡീപ്പ് വാട്ടർ, അത് എത്ര വെലോസിറ്റിയിൽ അവർ പോയാലും കുഴപ്പമില്ല. ബട്ട് വെൻ ദേ റീസർഫസ്, അവർ പുറത്തോട്ടേക്ക് വരുമ്പോൾ വളരെ പതുക്കനെയാണ് റീസർഫസ് ചെയ്യാൻ പാടുള്ളൂ. ധൃതി കൂട്ടി മുകളിലോട്ടേക്ക് വരാൻ പാടില്ല. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി ഗോ അണ്ടർ വാട്ടർ, വെള്ളത്തിന് അടിയിലോട്ടേക്ക് പോകുമ്പോൾ അവിടെയുള്ള പ്രഷർ എന്താണ്? ആസ് ഡെപ്ത് ഇൻക്രീസസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസസ്. പഠിച്ചിട്ടില്ലേ? P which is equal to HROG. ആ പ്രഷർ കൂടുമ്പോൾ, അതായത് ചുറ്റുമുള്ള പ്രഷറാണ് കൂടുന്നത്. സോ നമ്മൾ ശ്വസിക്കുന്ന ഗ്യാസ്, അത് ഈ ബ്രീത്തിങ് ഗ്യാസ്, ഈ സ്ക്യൂബ ഡൈവർ പാക്ക്, ഈ പുറത്തുള്ള ഈ ഓക്സിജൻ കനിസ്റ്ററിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ആയിരിക്കും. അത് ശ്വസിക്കുമ്പോൾ ആ ശ്വസിക്കുന്ന ഗ്യാസ് ബ്ലഡിൽ നന്നായി ഡിസോൾവ് ചെയ്യും. അതിൽ ഓക്സിജൻ ടേക്കപ്പ് ആൻഡ് നൈട്രജൻ റിമെയിൻ ആസ് ഇറ്റ് ഈസ്. നൈട്രജൻ ആ ബ്ലഡിൽ ആ കോമ്പൗണ്ട് ഫോമിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും, മോളിക്കുലർ ഫോമിൽ. ബട്ട് ഡിസോൾവ്ഡ് ഫോമിൽ ഓക്സിജൻ പക്ഷേ സെൽഫ് അസിമിലേറ്റ് ചെയ്യും, ഉള്ളിലോട്ടേക്ക് വലിച്ചെടുക്കും. ബട്ട് വെൻ വി റീസർഫസ്, നമ്മൾ മുകളിലോട്ടേക്ക് വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനൊക്കെ അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരിക്കും, അത് ബോഡി അസിമിലേറ്റ് ചെയ്തുവല്ലോ. പക്ഷേ ബ്ലഡിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന നൈട്രജൻ ഉണ്ടായിരിക്കും. ആ നൈട്രജൻ തിരിച്ച് ബബിൾസ് ആയിട്ട് ബ്ലഡിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡിൽ ബബിൾസ് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം ഇസ് എ ക്ലോസ്ഡ് സിസ്റ്റം. അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് വരാൻ പാടില്ല, എയർ ബബിൾസ് വരാൻ പാടില്ല. എയർ ബബിൾസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ഏത് ഓർഗൻ്റെ അവിടെയാണോ എയർ ബബിൾസ് വരുന്നത് അവിടേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കട്ടപ്പാവും. അപ്പോൾ എന്താണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽസിൻ്റെ അവിടെയാണെങ്കിൽ നമുക്ക് കോച്ചിപ്പിടുത്തം സംഭവിക്കും, അല്ലെങ്കിൽ മസിൽസിന് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് മേജർ ഓർഗൻസിലാണ് സംഭവിക്കുന്നതെങ്കിൽ ലൈക്ക് ബ്രെയിൻ, ഹാർട്ട്, കിഡ്നി എക്സെട്ര. സഡൻ ഡെത്ത് ആയിരിക്കും,
അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കാം. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബെൻറ്റ്, BENT എന്ന് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ബെൻറ്റ്? സോ നമ്മൾ എയറിൽ 70% നൈട്രജൻ, റിമൈനിങ് ഇഫ് ഓക്സിജൻ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ സ്ക്യൂബ ഡൈവർ പാക്കിൽ ഒരു 11 to 15% ഓക്സിജൻ, 20%, 11 to 15% ആർഗൺ ഓർ ഹീലിയം ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. ആൻഡ് നൈട്രജൻ എന്ന് പറയുന്നത് 50% അടുത്തൊക്കെയാണ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗൺ ഗ്യാസ് എത്ര പ്രഷർ കൊടുത്താലും ബ്ലഡിൽ ഡിസോൾവ് ചെയ്യില്ല. അത് ഗ്യാഷ്യസ് ഫോമിൽ തന്നെയായിട്ടാണ് നിൽക്കുക. ദെർഫോർ അത് ബബിളായിട്ട് വരില്ല. ഡിസോൾവ് ചെയ്താലേ റീസർഫസ് ചെയ്യുമ്പോൾ ബബിൾ ആവുകയുള്ളൂ. സോ ബെൻഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ 11 to 15% ഹീലിയം ഗ്യാസ് സ്ക്യൂബ ഡൈവർ പാക്കിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ അവോയ്ഡ് ബെൻഡ്. ദെൻ ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് അനോക്സിയ ഓർ ഹൈപ്പറോക്സിയ, അങ്ങനെയൊക്കെ ആ നെയിമുണ്ട്. അനോക്സിയ അല്ലെങ്കിൽ ഹൈപ്പറോക്സിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, ജെറ്റ് പ്ലെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവറസ്റ്റ് പോലെയുള്ള ഹൈ പീക്ക് മൗണ്ടൻ നമ്മൾ ക്ലൈംബ് ചെയ്യുമ്പോഴോ, ആസ് ഹൈറ്റ് ഇൻക്രീസസ് ദ എയർ പ്രഷർ ഡിക്രീസസ്. എയർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഓക്സിജൻ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ റേറ്റ് കുറയും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ ഓക്സിജൻ ഇൻടേക്ക് കുറയും, എനർജി ലിബറേഷൻ കുറയും, ശരിയായ രീതിയിൽ ബ്രെയിൻ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സാവകാശം അതിന് കിട്ടില്ല. സോ ദേ വിൽ ഫീൽ ഡിസിനെസ്, ഒരു തലകറക്കം ഫീൽ ചെയ്യും. ഈ ഒരു കണ്ടീഷനെയാണ് ഒരു മന്നപ്പ് എന്നൊക്കെ പറയും, ഒരു ഉന്മാദാവസ്ഥ, ഒരു എക്സ്റ്റഫിക്കൽ മൂഡ്, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഏകദേശം കഞ്ചാവ് അടിച്ച പോലെ ഒരു ഫീലിംഗ് ഒക്കെ സംഭവിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനോക്സിയ എന്ന് നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ ദ സം അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിസ് ലോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അത് ലിക്വിഡ് സൊല്യൂട്ടുകളിലെ ലിക്വിഡ് സോൾവെൻറ്റിലുള്ള സോലുബിലിറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ കം ബാക്ക്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് വേപ്പർ പ്രഷർ, റോൾഫ് ലോ ആൻഡ് സോലുബിലിറ്റി ഓഫ് എ ലിക്വിഡ് സൊല്യൂട്ട് ഇൻ ലിക്വിഡ് സോൾവെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള സെക്ഷൻസാണ്. സോ ഫസ്റ്റ് വൺ, നമുക്ക് ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് ഡീൽ ചെയ്യാം. വാട്ട് ഈസ് മെൻ ബൈ വേപ്പർ പ്രഷർ? എന്താണ് വേപ്പർ പ്രഷർ? ഒരു വോളാറ്റൈൽ ലിക്വിഡ്. വാട്ട് ഈസ് മെൻ ബൈ വോളാറ്റൈൽ? ദ ലിക്വിഡ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് ഫോം. ഒരു ഗേഷ്യസ് ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന ലിക്വിഡിനെയാണ് നമ്മൾ വോളാറ്റൈൽ ലിക്വിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു വോളാറ്റൈൽ ലിക്വിഡ് നമ്മളൊരു ചേമ്പറിൽ, നമ്മളൊരു ഓപ്പൺ വെസലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ സർഫസിൽ നിന്നും സം ഓഫ് ദ മോളിക്യൂൾ ഗെറ്റ് എസ്കേപ്ഡ് ടു ദ ഗേഷ്യസ് ഫോം. ഈ ഗേഷ്യസ് ഫോമിലുള്ള ഈ ലിക്വിഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ കണ്ടെയ്നർ വോൾസുമേയും ആ ലിക്വിഡിൻ്റെ സർഫസുമേയും പ്രഷർ എക്സെപ്റ്റ് ചെയ്യും. ഈ പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ വോളാറ്റൈൽ ലിക്വിഡ് ആണെങ്കിലോ, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ പാരഫിൻ വാക്സ്, ഇതൊന്നും നോൺ വോളാറ്റൈലാണ്. ഈ ലിക്വിഡ് നമ്മൾ എങ്ങനെ എടുത്തു വെച്ചാലും എത്ര ഹീറ്റപ്പ് ചെയ്താലും ഇതിന് വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കില്ല. സോ വാട്ട് ഈസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് വേപ്പർ പ്രഷർ ഓൺ ടെമ്പറേച്ചർ? As temperature increases, more and more liquid particles escape into its gaseous form. These gaseous particles will exert more and more pressure on the walls of container and on the surface of the liquid surface. So therefore, the vapor pressure increases as the temperature increases. So temperature and vapor pressure directly relationship ആണുള്ളത്. ടെമ്പറേച്ചർ കൂടുന്തോറും വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്തു വരും. സോ നമുക്കിനി ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അതിൻ്റെ ഉള്ളിലെ അതിൻ്റെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതാണ് റൗൾഫ് ലോ. Rolle's law. Rolle's law states that at a constant temperature, the vapor partial pressure of a given volatile component of the solution directly proportional to its mole fraction in the solution. ഒരു ഗിവൺ സൊല്യൂഷനിൽ രണ്ടോ അതിലധികമോ വോളാറ്റൈൽ കമ്പോണൻസ് മിക്സ് ചെയ്തെന്നിരിക്കട്ടെ. ജസ്റ്റ് ലൈക്ക് ആൽക്കഹോളും വാട്ടറും കൂടി മിക്സ് ചെയ്യുന്നത് പോലെ. വാട്ടറും വോളാറ്റൈലാണ്, വാട്ടറും വേപ്പർ സ്റ്റേറ്റിലേക്ക് എത്തും, ആൽക്കഹോളും വേപ്പർ സ്റ്റേറ്റിലെത്തും. അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലത്തെ ഓരോ കമ്പോണൻറ്റും വേപ്പർ സ്റ്റേറ്റിലേക്ക് വരും, ഓരോ കമ്പോണൻറ്റും പ്രഷർ അപ്ലൈ ചെയ്യും.
നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും വേപ്പർ പ്രഷറിൻ്റെ സം ആയിരിക്കും. അതാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, ഓരോ കമ്പോണൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ. സോ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ആ പെർട്ടിക്കുലർ കമ്പോണൻറ്റ്, വൊളാറ്റൈൽ കമ്പോണൻറ്റ് എത്രമാത്രം ആ സൊല്യൂഷനിലുണ്ടോ അത്രമാത്രം വേപ്പർ പ്രഷർ അത് എക്സ്പെക്ട് ചെയ്യും. ശരിയാണ്, നമുക്ക് ലോജിക്കായിട്ട് തോന്നുന്ന ഒരു ഇക്വേഷൻ തന്നെയാണിത്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ഹെൻറിസ് ലോ. പക്ഷേ അവിടെ നമ്മൾ ഗ്യാസിൻ്റെ ലിക്വിഡിലേക്കുള്ള ഡിസൊല്യൂഷനാണ് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു ലിക്വിഡ് സൊല്യൂഷനിൽ നിന്നും ഒരു ലിക്വിഡ് കമ്പോണൻറ്റ് ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ് ഇവിടെ പറയുന്നത്. സോ ദ റോൾസ് ലോ ഇസ് എ സ്പെഷ്യൽ കണ്ടീഷൻ ഓഫ് ഹെൻറിസ് ലോ എന്ന് പറയാം, കാരണം രണ്ടിൻ്റെയും ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. സോ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പി ആണെന്നിരിക്കട്ടെ, അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ ആണ്. സോ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ, വെരി സിമിലർ ടു ഹെൻറിസ് ലോ. സോ വി ഹാവ് ടു യൂസ് equal sign instead of this proportionality sign. So we have to introduce a constant. Here the constant is P0. P0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ KH പോലെ തന്നെ നമ്മൾ കൈ 1 ആക്കുക. കൈ എന്താണ്, അതിലത്തെ ഈ വൊളാറ്റൈൽ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കൈ എന്ന് പറയുന്നത്. സോ കൈ 1 ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പോണൻറ്റ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ പ്യുവർ കമ്പോണൻറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ എത്രയായിരിക്കും, അതാണ് P0 എന്ന് പറയുന്നത്. സോ പി വിച്ച് ഈസ് ഈക്വൽ ടു P0 കൈ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കൺസിഡർ വി ആർ മേക്കിംഗ് എ സൊല്യൂഷൻ ഇൻ വിച്ച് small letter a and small letter b, a and b are the volatile components. So when we mix this a and b together നമുക്ക് ഒരു particular solution കിട്ടും. So some of the molecules of a come into its gaseous phase and some of the molecules of b come into vapor phase. So each component will contribute to the total vapor pressure. അതിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എൻ്റെ വേപ്പർ പ്രഷർ പ്ലസ് ബീൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കും. സോ പി ടോട്ടൽ വിച്ച് ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. വേപ്പർ പ്രഷർ ഓഫ് എ ആണ് പി എ, വേപ്പർ പ്രഷർ ഓഫ് ബി ആണ് പി ബി. ആൻഡ് പി എക്ക് നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് P0A ഓഫ് കൈ എ എന്ന് കൊടുക്കാം. P0A എന്ന് വെച്ചാൽ നമ്മൾ പ്യുവർ കമ്പോണൻറ്റ് എ ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക, അതിൻ്റെ വേപ്പർ പ്രഷറാണ് P0A. കൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ എൻ്റെ മോൾ ഫ്രാക്ഷൻ, കൈ ബി ബീൻ്റെ മോൾ ഫ്രാക്ഷൻ. പ്യുവർ കമ്പോണൻറ്റ് ബി എടുക്കുമ്പോഴുള്ള അതിൻ്റെ വേപ്പർ പ്രഷറാണ് P0B. ആൻഡ് എയും ബിയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കൈ എ പ്ലസ് കൈ ബി എന്തായിരിക്കും, ഈക്വൽ ടു 1 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് കൈ എ വിച്ച് ഈക്വൽ ടു 1 മൈനസ് കൈ ബി എന്ന് എഴുതാം. ഓർ ഇൻ അനദർ വേർഡ്സ് നമുക്ക് കൈ ബി ഈക്വൽ ടു 1 മൈനസ് കൈ എന്ന് നമുക്ക് എഴുതാം. ഞാനിപ്പോൾ കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി എന്ന് ഈ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ കൈ എക്ക് പകരം നമുക്ക് 1 മൈനസ് കൈ ബി എന്ന് എഴുതാം. എന്നിട്ട് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പി ടോട്ടൽ വിച്ച് ഈസ് ഈക്വൽ ടു P0A പ്ലസ് കൈ ബി ഇൻറ്റു P0B മൈനസ് P0A എന്ന് കിട്ടും. അതായത് ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുക്കുമ്പോൾ, അതായത് കൈ എക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഇനി സപ്പോസ് കൈ ബി ഈക്വൽ ടു 1 മൈനസ് കൈ എ എന്നാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇതാണ് റോൾസ് ലോവിൻ്റെ ജനറൽ ഫോം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. റോൾസ് ലോവിൻ്റെ ഗ്രാഫ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ വി ആർ ഗോയിങ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് റോൾസ് ലോ. ഓക്കെ, ഞാൻ ഇതിൽ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. സോ ഈ ഇക്വേഷനെ ജസ്റ്റ് ഞാനൊന്ന് ഈ ഫോമിലോട്ടേക്ക് മാറ്റണം. അതായത് P0B മൈനസ് P0A ഇൻറ്റു കൈ ബി പ്ലസ് P0A. ഓക്കെ, ഇത് y = mx പ്ലസ് v എന്നുള്ള ഫോമുല പോലെയാണ് വന്നിരിക്കുന്നത്. സോ y ആക്സിസിൽ പി ടോട്ടൽ, P0B മൈനസ് P0A എന്ന് പറയുന്നത് സ്ലോപ്പ്, എക്സ് ആക്സിസിൽ കൈ ബി ആൻഡ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് P0A. സോ ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് ആക്സിസിൽ ഞാൻ കൈ ബി എടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൈ ബിയുടെ വാല്യൂ 0 ആയിരിക്കും, ഇവിടെ കൈ ബിയുടെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. കൈ ബിയുടെ വാല്യൂ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് നോട്ട് പ്രസൻറ്റ്, ഇറ്റ് ഈസ് ആബ്സെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മാത്രമാണ് അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പ്യുവർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണ് കൈ ബി 0 ആകുമ്പോൾ കൈ എ 1 ആകുന്നത്. രണ്ട് കമ്പോണൻ്റ് അല്ലേ ഉള്ളൂ, ഒരാൾ 0 ആയി കഴിഞ്ഞാൽ മറ്റേ ആൾ ഫുൾ ആയിരിക്കും. ഇയാൾ 0 ആയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ മാക്സിമം ആയിരിക്കും. അതാണ് ഇവിടെ മീൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൈ ബി 1 ആകുമ്പോൾ കൈ എ 0 ആണ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ മാക്സിമം ആയിരിക്കും, അതായത് ബി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് മോൾ ഫ്രാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ നോക്കൂ,
കൈ എ 1 മോൾ ഫ്രാക്ഷൻ ഓഫ് എ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ കമ്പോണൻറ്റ് എ ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. വാട്ട് ഇസ് P0A വെൻ കൈ എ ഈക്വൽ ടു 1. കൈ എ 1 ആയിരിക്കുമ്പോഴുള്ള നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് P0A ആയിരിക്കും. കൈ ബി 1 ആകുമ്പോഴുള്ള നെറ്റ് പ്രഷർ എന്ന് പറയുന്നത് P0B ആയിരിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ കയ്യയുടെ വാല്യൂ 1ൽ നിന്നും 0യിലോട്ടേക്ക് കുറയാണ്. സോ കയ്യ കുറയും തോറും പി എയും കുറയും. സോ ഇതാണ് പി എയുടെ ഗ്രാഫ്. ദിസ് ഡോട്ടഡ് ലൈൻ ഗ്രാഫ് ഈസ് ഫോർ പി എ. ഇവിടെ നോക്കൂ, കൈ ബി ഈക്വൽ ടു 0യിൽ നിന്നും കൈ ബി ഈക്വൽ ടു 1യിലോട്ടേക്കാണ് പോകുന്നത്. ദെർഫോർ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് ഇൻക്രീസിങ്. ദെർഫോർ പ്രഷർ ഓഫ് ബി പി ബി ആണ് എന്ത് ചെയ്യണത്, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് പോയിന്റ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി ടോട്ടൽ കിട്ടും. സോ ദിസ് ഈസ് ഈ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദിസ് ഡാർക്ക് ലൈൻ ബോൾഡ് ഗ്രാഫാണ് നെറ്റ് പ്രഷറിൻ്റെ ഗ്രാഫ്. സോ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് റോൾസ് ലോ. ഇത് വരയ്ക്കാൻ പഠിക്കണം. സോ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്? P0B മൈനസ് P0A. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് P0B മൈനസ് P0A ആണ്. ഇതാണ് റോൾസ് ലോൻ്റെ ഗ്രാഫ്. എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. റോൾസ് ലോ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്രാഫ് എന്തായാലും വരയ്ക്കാൻ ചോദിക്കും. ഇതോ ഇതിൻ്റെ ആപ്ലിക്കേഷനോ ആയിട്ട് സോ ഇത് തറവായി വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ കൈ എ ആണ് എടുക്കേണ്ടത്. സോ ലെഫ്റ്റിൽ കൈ എ 0, റൈറ്റിൽ കൈ ബി എടുക്കണം. സോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ള ഗ്രാഫ് സെയിം ഗ്രാഫ് തന്നെ. പക്ഷേ ഇവിടെയായി നമ്മൾ മിറർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഇവിടെ ആയിരിക്കും P0B, ഇവിടെ ആയിരിക്കും P0A ഉണ്ടായിരിക്കുക. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇവിടെ P0A എൻ്റെ വേപ്പർ പ്രഷർ ബിനേക്കാളും കുറവാണ് എന്നാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ P0A ഗ്രേറ്ററും P0B സ്മോളറും ആയിരിക്കും. ഇങ്ങനെ തന്നെ വരണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ P0A ഗ്രേറ്റർ ആയിട്ടും P0B താഴെ ആയിട്ടും വരയ്ക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ എങ്ങനെ വന്നാലും ഇതിനിടയിൽ ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ടായിരിക്കണം. ഈ നൊട്ടേഷൻസ് ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ ഇങ്ങനെയും വരാമെന്ന്. P0A ഹിയർ, P0B ഹിയർ, ഇവിടെ കൈ ബി തന്നെ ഫ്രം 0 to 1. സോ ചിലപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും. സോ ഇത് PA ആൻഡ് ഇത് PB, ഇത് P ടോട്ടൽ. സെയിം ഇതിൻ്റെ സ്ലോപ്പ് P0B മൈനസ് P0A ആയിരിക്കും. P0B മൈനസ് P0A ഇത് സ്മോൾ ആൻഡ് ഇത് ഗ്രേറ്റർ ആയിട്ടുള്ള കാരണം നമുക്ക് സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടാണ് വരിക. ഇവിടെ P0B ഗ്രേറ്ററും P0A ലോവറും ആയിട്ടുള്ള കാരണം P0B മൈനസ് P0A എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ലോപ്പ് പോസിറ്റീവാണ്. ശരിയല്ലേ? ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. ഇതാണ് റോൾസ് ലോവിൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഈ സ്ലോപ്പ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ മാത്സ് ഇല്ലാത്ത CBSE സ്റ്റുഡൻസിന് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫ് വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു സ്പെഷ്യൽ കേസാണ്. വാട്ട് വിൽ ബി ദ ഗ്രാഫ് ഓഫ് സച്ച് സൊല്യൂഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് എ നോൺ വോളാറ്റൈൽ സൊല്യൂട്ട് ആൻഡ് വോളാറ്റൈൽ സോൾവെൻറ്റ്. ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് സോൾട്ട് നമ്മൾ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ. സോൾട്ട് ഒരു നോൺ വോളാറ്റൈലാണ്. സോൾട്ടിന് ഗേഷ്യസ് ഫോമിലാവാൻ പറ്റില്ല. വെള്ളത്തിന് ഗേഷ്യസ് ഫോമിലാവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഗ്രാഫ് ഓഫ്, ഇപ്പം നമ്മൾ വരച്ച റോൾസ് ലോൻ്റെ ഗ്രാഫ് അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്താകുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എയും ബിയും ഉണ്ട്. എ വോളാറ്റൈൽ ആയിരിക്കും, ബി നോൺ വോളാറ്റൈൽ. ഓക്കെ, സോ ഇവിടെ PA എന്ന് പറയുന്നത് P0A ഇൻറ്റു കൈ എ തന്നെയായിരിക്കും. PB എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. Then what is P total? PA plus PB, that is equal to P0A into chi A. That's all. കാരണം PB ഇല്ല. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നമ്മൾ കൈ ബി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ താഴെ എടുക്കുക. കൈ ബി ഇവിടെ 0 വാല്യൂ ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും. കൈ ബി ഇവിടെ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എ എന്തായിരിക്കും 1. ഇവിടെ പ്യുവർ സോൾവെൻ്റ് ആയിരിക്കും. ഇവിടെ കൈ ബി ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ എ ഈക്വൽ ടു 0 ആയിരിക്കും. പ്യുവർ സോൾവെൻ്റ് ഉള്ളപ്പോൾ ഇവിടെ എന്തായിരിക്കും, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് P0A മാക്സിമം ആയിരിക്കും. പിന്നെ കൈ എ 1ൽ നിന്നും 0യിലോട്ടേക്ക് വരും തോറും ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സൊല്യൂട്ട് എന്തല്ല, വോളാറ്റൈൽ അല്ല. ദെർഫോർ നമുക്ക് അതിൻ്റെ ഗ്രാഫ് കാണാൻ പറ്റുന്നില്ല.
സോ ഇവിടെ ആകെ ആ സോൾവെൻറ്റിൻ്റെ ഗ്രാഫ് മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ. കുറച്ച് നേരത്തെ നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരച്ചിട്ടില്ലേ, അതിൽ ഒരാളെ മാത്രമേ വരുള്ളൂ. മറ്റോടത്ത് അങ്ങനെയല്ല, അവിടെ 2 ഡോട്ടഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനാണ് മുകളിൽ വന്നിട്ടുള്ള ഗ്രാഫ്. ഇവിടെ ആരുടെയാണ് വൊളാറ്റൈൽ അയാളുടെ മാത്രമാണ് ഗ്രാഫ് ഉണ്ടാകുള്ളൂ, ബാക്കിയുള്ളത് മൊത്തം ആബ്സെൻ്റ് ആയിരിക്കും. ഇതായിരിക്കും ഒരു നോൺ വൊളാറ്റൈൽ സൊല്യൂട്ട് ഒരു വൊളാറ്റൈൽ സോൾവെൻറ്റിൽ ആഡ് ചെയ്യുമ്പോഴുള്ള റോൾ ഫ്ലോയിൻ്റെ ഗ്രാഫ്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് തിയററ്റിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള സെക്ഷനാണ്. പ്രോബ്ലംസ് അധികം വരാൻ ചാൻസ് ഇല്ല. അതാണ് ഐഡിയൽ സൊല്യൂഷൻസ് ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻസ്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്, ഐഡിയൽ, ആദർശകം, അതായത് അനുകരിക്കാൻ തോന്നുന്നത്. ഇവിടെ ഐഡിയൽ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് സച്ച് സൊല്യൂഷൻസ് ഒബേ റോൾ ഫ്ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ. ഈ ഐഡിയൽ സൊല്യൂഷൻസ് ഈ 2 കമ്പോണൻസും ഏത് കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്താലും റോൾ ഫ്ലോ എപ്പോഴും ഒബേ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള സൊല്യൂഷൻസ് റയറാണ്. അപ്പം അതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ 2 കമ്പോണൻസ് എ ആൻഡ് ബി. ഐ റിപ്പീറ്റ്, കൺസിഡർ 2 കമ്പോണൻസ് എ ആൻഡ് ബി. 2 കമ്പോണൻറ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അതിൽ മൈൻഡ് ബ്ലാങ്കായി പോയല്ലോ. ഓക്കെ, അതിൽ എയും എയിലത്തെ മോളിക്യൂൾസ് സ്മോൾ ലെറ്റർ എ കൊണ്ട് തന്നെ സൂചിപ്പിക്കാം. എയിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെ നമുക്ക് A-A എന്ന് കാണിക്കാം. അതിൽ എയിലത്തെ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങോ ഡൈപോൾ ഇൻട്രാക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ബിയിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് B, B ആയിരിക്കും. ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ എന്തായിരിക്കും? A, B ആയിരിക്കും. A-B ആയിരിക്കും. അതായത് എയിലത്തെ മോളിക്യൂൾസും ബിയിലത്തെ മോളിക്യൂൾസും തമ്മിൽ ഇൻട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ എയുടെയും ബിയുടെയും എ ബിയുടെയും മാഗ്നിറ്റ്യൂഡ്, ദ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഏകദേശം ഈക്വൽ ആണെങ്കിൽ അവർ ഐഡിയൽ സൊല്യൂഷൻ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ദ ഇൻട്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദീസ് 2 components are similar to the interaction of same molecules in those components, then ideal solutions are possible. അല്ലെങ്കിൽ എയിലത്തെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും ബിയിലത്തെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും എ ബിയിലത്തെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും ഈക്വൽ ആണെങ്കിൽ വി ഗെറ്റ് ആൻ ഐഡിയൽ സൊല്യൂഷൻസ്. ഇതിന് എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷൻസ് N-hexane ആൻഡ് N-heptane. N-hexane, N എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ എന്നാണ് മീൻ ചെയ്യുന്നത്. N-hexane പ്ലസ് N-heptane. Second one, benzene and toluene. Benzene plus toluene. ഇനി ഇതിൻ്റെ ഈ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് പഠിക്കണം. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്. അതല്ലെങ്കിൽ നമുക്ക് ആ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് കഴിഞ്ഞിട്ട് അത് പറയായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് പറയുന്നത് ഇനി ഈ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? കുറച്ച് നേരത്തെ വരച്ച റോൾ ഫ്ലോയിൻ്റെ ഗ്രാഫ് തന്നെയായിരിക്കും വരിക. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, റോൾ ഫ്ലോയിൻ്റെ ഗ്രാഫ് തന്നെയായിരിക്കും വരിക. ആ ലൈൻസിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. കാരണം അത് എല്ലാ കോൺസെൻട്രേഷനിലും, അതായത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ അറ്റ് എവറി കോൺസെൻട്രേഷൻ റോൾ ഫ്ലോയിൻ്റെ ഗ്രാഫ് അതേപോലെ ഒബേ ചെയ്യും. നെക്സ്റ്റ് വൺ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കോൺസെൻട്രേഷനിലും റോൾ ഫ്ലോ ഒബേ ചെയ്യുന്നില്ല, റോൾ ഫ്ലോ വയലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? റീസൺ ഇത്രയേ ഉള്ളൂ, എ തമ്മിലുള്ള ഇൻട്രാക്ഷനും ബി തമ്മിലുള്ള ഇൻട്രാക്ഷനേക്കാളും കുറവാണ് അല്ലെങ്കിൽ കൂടുതലാണ് AB ഇൻട്രാക്ഷൻ എങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ ദ ടോട്ടൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ദ ടോട്ടൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. നമ്മൾ 2 കമ്പോണൻസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെറ്റ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത്
ദ ആക്ച്വൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്രഡിക്റ്റഡിനേക്കാളും കൂടുതലായിരിക്കും. കാരണം എയും ബിയും തമ്മിൽ യാതൊരുവിധ ഇൻട്രാക്ഷനും ഇല്ല. അവരെപ്പോഴും തല്ലുകൂടി ഇരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഗിയർഷിഫ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ ദ ആക്ച്വൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇഫ് എ ബി ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എ ബി ഇൻട്രാക്ഷൻ എ ബി ബി ഇൻട്രാക്ഷനേക്കാളും കൂടുതലാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദ ആക്ച്വൽ വേപ്പർ പ്രഷർ ഓഫ് ദ നെറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിനേക്കാളും കുറവായിരിക്കും. കാരണം ഇവർ വേപ്പർ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് പോകില്ല. കാരണം എയും ബിയും കൂടി ടൈറ്റ് ബൈൻഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് വേപ്പർ പ്രഷർ കുറയാനും ചാൻസ് ഉണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് വേപ്പർ സ്റ്റേറ്റിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോവുകയുള്ളൂ. അങ്ങനെയുള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെയും ഗ്രാഫും അതിൻ്റെ എക്സാമ്പിൾസും ഞാനിപ്പോൾ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ്റെയും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും ഗ്രാഫുകൾ ഇപ്രകാരമായിരിക്കും. പോസിറ്റീവ് ഡീവിയേഷനിൽ ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിരിക്കുന്നത് റോൾഫ് ലോയിൻ്റെ എക്സ്പെക്റ്റഡ് ഗ്രാഫാണ്, നമ്മൾ വിചാരിക്കുന്ന ഗ്രാഫാണ്. അതായത് റോൾഫ് ലോയിൻ്റെ ഗ്രാഫ് നമ്മൾ കണ്ടുല്ലോ, വരച്ചല്ലോ, അതേപോലെയാണ് ഇതിൽ ബോൾഡാക്കി വരച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആക്ച്വൽ വാല്യൂ ആയിരിക്കും. സോ ദ ആക്ച്വൽ വേപ്പർ പ്രഷർ പി ടോട്ടൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതാണ് പോസിറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റീസൺ എന്തായിരുന്നു? ഈ ഓരോ കമ്പോണൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ സൾഫൈഡ് പ്ലസ് അസറ്റോൺ മിക്സ്ചർ, എഥനോൾ പ്ലസ് സൈക്ലോഹെക്സേൻ മിക്സ്ചർ, എഥനോൾ പ്ലസ് H2O മിക്സ്ചർ. ഈ ഒരു എക്സാമ്പിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെഗറ്റീവ് ഡീവിയേഷനിൽ ദ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിനേക്കാളും ലോവർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിപ്രഷൻ വരാനുള്ള കാരണം. അതിൻ്റെ റീസൺ എന്താണ്? ഈ രണ്ട് കമ്പോണൻസിലത്തെ മോളിക്യൂൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും. അത് ഹൈഡ്രജൻ ബോണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിലൊക്കെ വരുന്ന എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടൊക്കെ ആയിരിക്കാം. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് മെയിൻ റീസൺ വരുന്നത്. അപ്പോൾ നെറ്റ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്, ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം വേപ്പേഴ്സ് എന്ത് ചെയ്യില്ല, വലിയ കാര്യമായിട്ട് എസ്കേപ്പ് ചെയ്യില്ല. അപ്പോൾ അത്ര വോളാറ്റൈലായിരിക്കില്ല ഈ മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇവരുടെ വേപ്പർ പ്രഷർ ഒന്ന് കൂട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾസ് ആണ് ക്ലോറോഫോം പ്ലസ് ഇതോക്സി ഇതൈൻ. ഇതോക്സി ഇതൈൻ ഇസ് ആൻ ഈതർ. ഫിനോൾ പ്ലസ് അനിലിൻ, H2O പ്ലസ് HNO3. ഈ ഒരു എക്സാമ്പിളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമുക്ക് പഠിക്കേണ്ട നെക്സ്റ്റ് ഒരു സെക്ഷനാണ് അവിയോട്രോപ്പ്. അവിയോട്രോപ്പ് എന്താണ് അവിയോട്രോപ്പ്? അവിയോട്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളത്തിൽ കുറച്ച് എഥനോൾ മിക്സ് ചെയ്യുക. വി മിക്സ് എഥനോൾ ഇൻ H2O. എങ്ങനെയാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുക? എഥനോളിൻ്റെയും വാട്ടറിൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. എന്നാലും ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഡിസ്റ്റിലേഷൻ ചെയ്ത് റിമൈനിങ് സൊല്യൂഷനിൽ 95% എഥനോൾ പ്ലസ് 5% വാട്ടർ ആയി കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും രണ്ട് ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിൻറ്റിൽ ബോയിൽ ചെയ്യുന്നത് നിർത്തി രണ്ട് പേരും ഒരൊറ്റ ബോയിലിംഗ് പോയിൻറ്റിൽ ബോയിൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേരെയും പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ടറും എഥനോളും കൂടി ഒരു കോമൺ ബോയിലിംഗ് പോയിൻറ്റ്, ഈ രണ്ടെണ്ണത്തിൽ നിന്നും വ്യത്യാസമായി ഒരു ലോവർ ബോയിലിംഗ് പോയിൻറ്റ്, വളരെ ലോവർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടറിന് 100ഉം എഥനോളിന് 80 ആണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള മിക്സ്ചറിന് ഒരു 60 ഡിഗ്രിയിലായിരിക്കും ഇവർ ബോയിൽ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചറിനെയാണ് നമ്മൾ അവിയോട്രോപ്പ് എന്ന് പറയുന്നത്. അവിയോട്രോപ്പിന് വേറൊരു എക്സ്പ്ലനേഷനും കൂടിയുണ്ട്. ദീസ് ആർ ദ സൊല്യൂഷൻ വിച്ച് ഹാവ് സെയിം കമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ്. ഈ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷൻ്റെ ഉള്ളിലുള്ള ഈ രണ്ട് കമ്പോണൻസിൻ്റെ കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മോൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതും ഇതിൻ്റെ മുകളിൽ വേപ്പർ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. വേപ്പർ സ്റ്റേറ്റിലുള്ള ഈ രണ്ട് കമ്പോണൻസിൻ്റെയും വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ വേപ്പറിലുള്ള കോമ്പോസിഷൻ, അതായത് എൻ്റെ മോൾ ഫ്രാക്ഷൻ ബീൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ടിലും വേപ്പർ ഫേസിലും ലിക്വിഡ് ഫേസിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബാക്കി ഒരു സൊല്യൂഷനിലും ഇങ്ങനെ സംഭവിക്കില്ല. ലിക്വിഡിൽ എന്താണോ മോൾ ഫ്രാക്ഷൻസ് വേപ്പറിൽ ഡിഫറൻ്റ് ആയിരിക്കും. എന്നാൽ അഫിയോട്രോപ്പിൽ വേപ്പർ സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ദിസ് മോൾ ഫ്രാക്ഷൻസ് ആർ സെയിം.
ഇങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ അഫിയോട്രോപ്പ് എന്ന് പറയുന്നത്. ഹൈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഒരു ലോവർ ബോയിലിംഗ് അല്ലെങ്കിൽ മിനിമം ബോയിലിംഗ് അഫിയോട്രോപ്പ് ആയിരിക്കും. അതായത് ഹൈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേപ്പർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. സോ അവർ വളരെ ലോ ടെമ്പറേച്ചറിൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്യും. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്ന കാരണം ഇവരെ നമുക്ക് മിനിമം ബോയിലിംഗ് അഫിയോട്രോപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ വാട്ടർ പ്ലസ് എഥനോൾ മിക്സ്ചർ ഇൻ 95% കോമ്പോസിഷൻ ഒരു ലോവർ ബോയിലിംഗ് അല്ലെങ്കിൽ മിനിമം ബോയിലിംഗ് അഫിയോട്രോപ്പാണ്. ഹൈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ HNO3 ആൻഡ് വാട്ടർ. HNO3 വാട്ടറും കൂടിയിട്ടുള്ള മിക്സ്ചർ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 68% HNO3 ആയിട്ട് നമുക്ക് മാക്സിമം കിട്ടും. നമ്മുടെ ലാബിലൊക്കെ ഇരിക്കുന്ന കോൺസെൻട്രേറ്റഡ് HNO3 എന്ന് പറയുന്നത് 68% ആണ്. 68% HNO3 ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് റിമൈനിങ് 32 എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. പിന്നെ ഈ HNO3യും വാട്ടറും ഡിഫറെൻറ്റ് ബോയിലിംഗ് പോയിന്റിൽ ബോയിൽ ചെയ്യാതെ രണ്ടുപേരും കൂടെ ഒരു ഹയർ ബോയിലിംഗ് പോയിന്റിൽ ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ദിസ് HNO3 പ്ലസ് വാട്ടർ ഇൻ ദി സ്പെസിഫിക് കോമ്പോസിഷൻ, ഒരു സ്പെസിഫിക് കോമ്പോസിഷനിൽ മാത്രമാണ് ഇവർ അഫിയോട്രോപ്പായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കോമ്പോസിഷനിലും ഇവർ നോൺ അഫിയോട്രോപ്പായിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെയും HNO3യും ബോയിലിംഗ് പോയിന്റ് എത്രയായിരുന്നു അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും ദ റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ മാക്സിമം ബോയിലിംഗ് അഫിയോട്രോപ്പ് എന്ന് വിളിക്കും. ഹൈ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കും മിനിമം ബോയിലിംഗ് അഫിയോട്രോപ്പ് ആകാൻ ചാൻസ് ഉള്ളത്. സോ ഇതൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള അതിൻ്റെ ഫാക്ട്സ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വൺ, ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസസ് ഓഫ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. നോക്കൂ, ഐഡിയൽ സൊല്യൂഷൻസ് ഒബേ റോൾ ഫ്ലോ അറ്റ് ഓൾ കോമ്പോസിഷൻ, എല്ലാ കോമ്പോസിഷനിലും റോൾ ഫ്ലോ ഒബേ ചെയ്യും. ഡോണ്ട് ഒബേ റോൾ ഫ്ലോ അറ്റ് എനി കോമ്പോസിഷൻ, ഒരു കോമ്പോസിഷനിലും റോൾ ഫ്ലോ ഒബേ ചെയ്യില്ല. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഈസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കമ്പോണൻസ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയോ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേരും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഇൻറ്ററാക്ഷൻ അവിടെ ഒന്നെങ്കിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഡെൽറ്റ എച്ച് മിക്സ് നോട്ട് ഈക്വൽ ടു 0 അതാണ് മീൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ എക്സോതെർമിക് അല്ലെങ്കിൽ എൻഡോതെർമിക് ആയിരിക്കും. വോളിയം ഓഫ് മിക്സ് ഈക്വൽ ടു 0, അതായത് എയും ബിൻ്റെയും വോളിയംസ് എത്രയായിരുന്നു ഇവ രണ്ട് പേരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ റിസൾട്ടൻ്റ് സൊല്യൂഷൻ്റെ വോളിയം ആയിരിക്കും. എൻ്റെ വോളിയം പ്ലസ് ബീൻ്റെ വോളിയം ഈക്വൽ ടു സൊല്യൂഷൻ്റെ വോളിയം. എന്നാൽ വോളിയം ഓഫ് മിക്സ് നോട്ട് ഈക്വൽ ടു 0 ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വോളിയം പ്ലസ് ബീൻ്റെ വോളിയം ആയിരിക്കില്ല സൊല്യൂഷൻ്റെ വോളിയം. അതായത് ചിലപ്പോൾ ഗ്രേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ലോവർ ആയിരിക്കും. അതാണ് ഡെൽറ്റ വി മിക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർത്ത് വൺ, അത് ഓൾറെഡി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തതാണ്. എയും ബി ആണ് രണ്ട് കമ്പോണൻസ് എന്ന് വിചാരിക്കുക. എ ബി ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത് സിമിലർ നേച്ചർ ആയിരിക്കും. ഇതിൽ എ ബി ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഡിഫറൻസസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടേബിൾ വരച്ച് ഇതേപോലെ വരച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ.